രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ വർഗീയ ജ്വരം സംഘപരിവാർ സൃഷ്ടിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. കോൺഗ്രസ് നിലപാട് രാമക്ഷേത്ര നിർമ്മാണത്തിന് അനുകൂലമെന്നും മുഖ്യമന്ത്രി. സംഘപരിവാർ അനുകൂല നിലപാട് കോൺഗ്രസ് എടുത്തുവെന്ന് മുഖ്യമന്ത്രി. പശുവിന്റെ പേരിൽ കൊലയും കലാപവും നടത്തുകയാണ് സംഘപരിവാർ. കോൺഗ്രസ് അപലപിക്കാൻ പോലും തയ്യാറാകുന്നില്ല. മുത്തലാഖ് ബില്ലിലും കോൺഗ്രസ് BJPക്കൊപ്പം നിൽക്കുന്നുവെന്നും മുഖ്യമന്ത്രി കാസർഗോഡ് പ്രതികരിച്ചു. സുപ്രീം കോടതിയോട് പറഞ്ഞു, നിങ്ങളുടെ അനുവാദം വേണ്ട, ഞങ്ങൾക്കിവിടെ ക്ഷേത്രം പണിയാൻ. വല്ലാത്തൊരു വർഗീയ ജ്വരം പടരുന്നു. സാധാരണക്ക് മതനിരപേക്ഷ ശക്തികളെല്ലാം അതിനെതിരായ നിലപാട് സ്വീകരിച്ചു. സംഘപരിവാർ നിലപാടിനെ വിമർശിച്ചു. എന്തായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്? ജോഷി എന്നത് അഖിലേന്ത്യാ വക്താവാണ്, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ വക്താവ്. അദ്ദേഹം പരസ്യമായി പറഞ്ഞു, അദ്ദേഹം ഞങ്ങൾക്ക് മാത്രമേ രാമക്ഷേത്രം നിർമ്മിക്കാനാവൂ, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരൂ, ഞങ്ങൾ രാമക്ഷേത്രം നിർമ്മിക്കും. നാം ചിന്തിക്കേണ്ടത് ആരെ സഹായിക്കാനാണ് ആ പ്രസ്താവന? ആ ഘട്ടത്തിൽ വേണ്ടത് വർഗീയ ജ്വരം പടർത്തുന്ന സംഘപരിവാറിനെതിരായ നിലപാടാണ്. കോൺഗ്രസ് ചെയ്തതോ സംഘപരിവാർ ഉയർത്തുന്ന മുദ്രാവാക്യം നേരെ ഏറ്റെടുത്തു. നിങ്ങളല്ല, ഞങ്ങളാണ് അത് നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ഫലം? ആ മുദ്രാവാക്യം ഉയർത്തുന്നവരെ അനുകൂലിക്കൽ, ആ വർഗീയതയുമായി സമരസപ്പെടൽ. ഇലക്ട്രൽ ബോണ്ടിന്റെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ പാർട്ടികൾക്ക് നിർദ്ദേശം നൽകി. മെയ് 15 വരെ ലഭിച്ച ബോണ്ടുകളുടെ കണക്കാണ് കോടതിയിൽ അവതരിപ്പിക്കേണ്ടത്. മെയ് 30-നകം വിശദാംശങ്ങൾ സമർപ്പിക്കാനാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ശരത് ചേരുന്നു. എന്താണ് ഇത് സംബന്ധിച്ച സുപ്രീം കോടതിയുടെ നിർദ്ദേശം? ശരത്. ഇലക്ട്രൽ ബോണ്ട് ചോദ്യം ചെയ്തുകൊണ്ട് വിവിധ CPIM അതുപോലെ തന്നെ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോമും നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവുണ്ടായിരിക്കുന്നത്. മെയ് 15 വരെ രാഷ്ട്രീയ പാർട്ടികൾ തങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ ലഭിച്ച സംഭാവനയുടെ വിവരങ്ങൾ നൽകാനാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാനാണ് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഈ മെയ് 15 വരെ ലഭിച്ച സംഭാവനകളുടെ വിവരങ്ങൾ മെയ് 30-നകം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുദ്രവെച്ച കവറിൽ നൽകണമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ബാങ്ക് അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ നൽകണം. അതുപോലെ തന്നെ ലഭിച്ച ഇലക്ട്രൽ ബോണ്ടിലൂടെ ലഭിച്ച പണത്തിന്റെ വിവരങ്ങൾ നൽകണം. അതുപോലെ തന്നെ എത്ര പേർ പണം നൽകിയെന്നതിന്റെയും അതുപോലെ തന്നെ പണം നൽകിയ ദാതാക്കളുടെയും എല്ലാം തന്നെ വിശദാംശങ്ങൾ ഈ മുദ്രവെച്ച കവറിൽ വിശദാംശങ്ങൾ എന്നുള്ള രീതിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നിരീക്ഷണം കോടതിയുടെ ഉത്തരവിന്റെ ഭാഗമായി വന്നത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള നിയമം സുപ്രീം കോടതി വിശദമായി പരിശോധിക്കും. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അനുകൂലമാകുന്ന രീതിയിലല്ല നിയമമുള്ളത് എന്ന് സുപ്രീം കോടതി ഉറപ്പാക്കാൻ വേണ്ടി തയ്യാറാകുമെന്നും സുപ്രീം കോടതി ഈ വിധി പ്രസ്താവിച്ചുകൊണ്ട് വ്യക്തമാക്കുകയുണ്ടായിട്ടുണ്ട്. ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം ധനകാര്യ മന്ത്രാലയത്തിന് സുപ്രീം കോടതി നൽകിയിരുന്നു. അത് ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് 10 ദിവസം വരെ സമയം നൽകിയിരുന്നു ധനകാര്യ മന്ത്രാലയം. അത് 5 ദിവസമാക്കി കുറയ്ക്കാൻ വേണ്ടി തീരുമാനമെടുക്കണമെന്നും ധനകാര്യ മന്ത്രാലയത്തോട് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും അതേസമയം പ്രധാനമായും ഈ ഇടക്കാല ഉത്തരവെന്നുള്ള രീതിയിൽ ഹർജിക്കാർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയെങ്കിലും അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ടിന്റെ സാധുത സുപ്രീം കോടതി പരിശോധിച്ച് അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നത് വരെയെങ്കിലും ഈ ഇലക്ട്രൽ ബോണ്ട് രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങുന്നത് സ്റ്റേ ചെയ്യണമെന്നുള്ള ഒരു ആവശ്യമായിരുന്നു പ്രധാനമായും ഹർജിക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ അത് സ്റ്റേ ചെയ്യാൻ അത്തരത്തിലൊരു സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിക്കാൻ വേണ്ടി കോടതി തയ്യാറായില്ല. ഈ വിവരങ്ങളൊക്കെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച ഇലക്ട്രൽ ബോണ്ടിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ ലഭിച്ച ശേഷം വിശദമായി വാദം കേൾക്കാമെന്നുള്ള ഒരു സമീപനമാണ് സുപ്രീം കോടതി സ്വീകരിച്ചത്. CPIM അതുപോലെ തന്നെ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോമുമാണ് ഇലക്ട്രൽ ബോണ്ട് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഈ ഒരു ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. വിവരങ്ങൾ വ്യക്തമാണ് ശരത്ത്. ഇലക്ട്രൽ ബോണ്ടിന്റെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ സമർപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് ശരത്ത് ദില്ലിയിൽ നിന്ന് നൽകിയത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിലുള്ള PM നരേന്ദ്രമോദി സിനിമയുടെ റിലീസ് തടഞ്ഞത് ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ ഹർജി. കഴിഞ്ഞ ബുധനാഴ്ച തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാകുമെന്ന് കണ്ടെത്തി സിനിമയുടെ റിലീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു. ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാൻ ശ്രമിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി.
കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ ക്രിമിനൽ കോടതി അലക്ഷ്യ ഹർജിയുമായി BJP. റഫാൽ പുനഃപരിശോധനാ ഹർജിയിലെ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട പരാമർശത്തെ ചോദ്യം ചെയ്താണ് ഹർജി. കാവൽക്കാരൻ കള്ളനാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ഇത് ക്രിമിനൽ കോടതി അലക്ഷ്യമാണെന്ന് ഹർജിയിൽ BJP ആരോപിക്കുന്നു. BJP നേതാവ് മീനാക്ഷി ലേഖിയാണ് ഹർജി നൽകിയത്. ഹർജി തിങ്കളാഴ്ച സുപ്രീം കോടതി പരിഗണിക്കും. മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെതിരെ അഴിമതി കേസ്. വിജിലൻസ് കമ്മീഷൻ കോടതിയിൽ FIR സമർപ്പിച്ചു. ജേക്കബ് തോമസ് തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ അഴിമതി നടത്തിയെന്നാണ് വിജിലൻസ് FIR-ൽ പറയുന്നത്. 2013 DGP ജേക്കബ് തോമസ് തുറമുഖ വകുപ്പിന്റെ ഡയറക്ടറായിരിക്കെ വകുപ്പിനു വേണ്ടി ഡ്രഡ്ജറുകൾ വാങ്ങിയതിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 8 കോടി രൂപയ്ക്ക് സാമഗ്രികൾ വാങ്ങാനായിരുന്നു സർക്കാർ അനുമതി നൽകിയിരുന്നതെങ്കിലും 19.6 കോടി രൂപയുടെ സാമഗ്രികൾ തുറമുഖ വകുപ്പിന്റെ ഡയറക്ടർ എന്ന നിലയിൽ ജേക്കബ് തോമസ് വാങ്ങിക്കൂട്ടി. കുറഞ്ഞ തുക കോട്ട് ചെയ്ത കമ്പനിയെ ഒഴിവാക്കി കൂടിയ തുക കോട്ട് ചെയ്ത ഹോളണ്ട് കമ്പനിക്കാണ് ടെൻഡർ നൽകിയത്. ക്രമക്കേടിനെപ്പറ്റി ആദ്യം സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ പരിശോധനാ വിഭാഗവും പിന്നീട് വിജിലൻസിന്റെ പ്രത്യേക യൂണിറ്റ് ത്വരിത പരിശോധനയും നടത്തിയിരുന്നു. 2 അന്വേഷണത്തിലും സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിജിലൻസ് കഴിഞ്ഞ ദിവസം ജേക്കബ് തോമസിനെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലാണ് വിജിലൻസിന്റെ പ്രത്യേക അന്വേഷണ സംഘം FIR സമർപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ കൊട്ടേഷൻ തുക 30,000 രൂപ. പ്രതികൾക്ക് തുക നൽകിയത് കാസർകോട്ടെ കൊട്ടേഷൻ സംഘം. 1 കോടി രൂപയ്ക്കായിരുന്നു കൊട്ടേഷൻ നൽകിയത്. ബ്യൂട്ടി പാർലറിനകത്ത് കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു പദ്ധതി. അത് നടക്കാതെ വന്നപ്പോഴാണ് 30,000 രൂപ മാത്രം നൽകിയത്. സംഭവത്തിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കുമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു. വിശദമായ ഇത് സംബന്ധിച്ച വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഉമേഷ് ചേരുന്നു. ഇത് സംബന്ധിച്ച് എന്തൊക്കെയാണ് പുതിയ വിശദാംശങ്ങൾ ഉമേഷ്? നിർബൻ, ഇന്നലെ അറസ്റ്റിലായ യുവാക്കളുമായുള്ള തെളിവെടുപ്പ് അല്പസമയത്തിനകം നടക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെയാണ് 2 പേരെ ഈ വെടിയുതിർത്ത ബ്യൂട്ടി പാർലറിന് നേരെ വെടിയുതിർത്ത 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബിലാൽ, വിപിൻ വർഗീസ് എന്നിവരാണ് ഇന്നലെ പിടിയിലായവർ. ഇവർക്ക് കൊട്ടേഷൻ തുകയായി ലഭിച്ചത് 30,000 രൂപയാണ് എന്നാണ് ഇവർ നൽകിയിരിക്കുന്ന മൊഴി. പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടായിരുന്നു. ആ ചോദ്യം ചെയ്യലിലാണ് ഇക്കാര്യം പ്രതികൾ സമ്മതിച്ചത്. ഇവരുടെ ദൗത്യം എന്ന് പറയുന്നത് ബ്യൂട്ടി പാർലറിൽ അതിക്രമിച്ച് കയറിയ ശേഷം വെടിയുതിർത്ത് ഭീകരാന്തരം അന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം മടങ്ങുക എന്നുള്ളതായിരുന്നു ഇവരെ ഏൽപ്പിച്ച ദൗത്യം. എന്നാൽ അത് പൂർത്തീകരിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ഈ ഒരു ദൗത്യത്തിനായി അവർ വാഗ്ദാനം ചെയ്തത് 1 കോടി രൂപയായിരുന്നു. എന്നാൽ ഈ ബ്യൂട്ടി പാർലറിന് സമീപം എത്തുകയും മുകളിലേക്ക് കയറാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സെക്യൂരിറ്റിയെ കണ്ട് ഇവർ മടങ്ങിപ്പോവുകയുമാണ് ചെയ്തത്. ഇതിനിടെ 2 തവണ വെടിയുതിർക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ദൗത്യം പൂർത്തീകരിക്കാത്ത സാഹചര്യത്തിൽ 30,000 രൂപയാണ് തങ്ങൾക്ക് ലഭിച്ചത് എന്നാണ് ഈ പ്രതികൾ ക്രൈംബ്രാഞ്ചിന് നൽകിയിരിക്കുന്ന മൊഴി. ഇവരെ ഈ ബ്യൂട്ടി പാർലറിൽ ഉൾപ്പെടെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്താനാണ് ക്രൈംബ്രാഞ്ച് പദ്ധതി ഇട്ടിരിക്കുന്നത്. എന്നാൽ നേരത്തെ 11 മണിയോടെ തെളിവെടുപ്പ് ഉണ്ടാകുമെന്നാണ് പറഞ്ഞതെങ്കിലും ഇതുവരെ എത്തിയിട്ടില്ല. ഒരുപക്ഷെ മറ്റിടങ്ങളിലും ഇവരെ തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവർ ഈ കൊട്ടേഷൻ ഇവർക്ക് നൽകിയത് കാസർഗോഡ് കേന്ദ്രീകരിച്ചുള്ള ക്രിമിനൽ സംഘമാണ് എന്ന് പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ ക്രിമിനൽ സംഘമാണ് രവി പൂജാരിയുമായി ബന്ധമുള്ളവർ. അവർ ഈ 2 പേരെ ഏൽപ്പിക്കുകയായിരുന്നു. ഈ കൃത്യം നടത്തിയതിനു ശേഷം പലതവണയായി കാസർഗോട്ടേക്ക് ഇവർ പോയിട്ടുണ്ട് എന്ന കാര്യവും പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഇവർ ഇവിടെ എവിടെയെങ്കിലും ഒളിവിൽ താമസിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരം കേന്ദ്രങ്ങൾ കണ്ടെത്തി അവിടെ ഉൾപ്പെടെ തെളിവെടുപ്പ് ക്രൈംബ്രാഞ്ചിന് നടത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കൂടിയാലോചനാ യോഗം, ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു കൂടിയാലോചനാ യോഗം ഉണ്ടായേക്കും എന്നും പറയുന്നുണ്ട്. അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും ഏറ്റവും പുതിയ വിവരം എന്നുള്ളത് ഇന്നലെ അറസ്റ്റിലായവരെ ഇന്ന് ഈ വിവിധ കേന്ദ്രങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നു എന്നുള്ളതാണ്. അത് നിലവിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ബ്യൂട്ടി പാർലറിലേക്ക് ഇതുവരെ അവരെ എത്തിച്ചിട്ടില്ല. നിർബൻ, വിവരങ്ങൾ വ്യക്തമാണ് ഉമേഷ്. ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ 2 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ തെളിവെടുപ്പിനായി ബ്യൂട്ടി പാർലറിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും എന്നാണ് ഉമേഷ് വിവരങ്ങൾ നൽകിയത്. ഇനിയൊരു ഇടവേള. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനെതിരെ വിശദീകരണ നോട്ടീസ്. മതസ്പർദ്ധ ഉളവാക്കും വിധം സ്ഥാനാർത്ഥി നടത്തിയ പ്രസംഗം സംബന്ധിച്ച് 48 മണിക്കൂറിനകം വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ടാണ് കൊല്ലം പാർലമെന്റ് മണ്ഡലം റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ കളക്ടർ S. കാർത്തികേയൻ നോട്ടീസ് അയച്ചത്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കിടയിൽ മതസ്പർദ്ധ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടാണ് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ വിവാദ പ്രസംഗം. മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ ഒറ്റ വാശിയാണ്, എങ്ങനെയെങ്കിലും 10-നും 50-നും ഇടയ്ക്കുള്ള 10 പെണ്ണുങ്ങളെയെങ്കിലും ശബരിമലയിൽ കയറ്റി സ്ത്രീ ധർമ്മശാസ്താവിനെ കാണിച്ചിട്ട് അല്ലാതെ അയാൾക്ക് ഉറക്കം വരത്തില്ല.
വേറൊരാളുണ്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പുള്ളിക്ക് ഒറ്റ നിർബന്ധം, 10 പെൺപിള്ളാരെ സുന്നി പള്ളികളിൽ വെള്ളിയാഴ്ച ദിവസം നിസ്കാരം നടക്കുമ്പോൾ സുന്നി പള്ളികളിൽ ഈ പെണ്ണുങ്ങളെ കയറ്റി നിസ്കരിപ്പിക്കണം. ക്രൈസ്തവ ദേവാലയങ്ങളിലാണെങ്കിൽ എല്ലാ ദേവാലയങ്ങളും സർക്കാരിന്റെ നിയന്ത്രണം. ഇപ്പൊ ദേവസ്വം ബോർഡ് CPM-ന്റെ ഒരു ബ്രാഞ്ച് സംഘടനയായിട്ട് മാറി. DYFI SFI എന്ന് പറയുന്നത് പോലെ ദേവസ്വം ബോർഡ് ഇപ്പൊ അതുപോലെ ഒരു സാധനമായി മാറി. ഞാൻ ചോദിക്കുന്നത്, ഈ അവിശ്വാസികൾക്ക് ഈ കാര്യത്തിൽ വല്ല കാര്യമുണ്ടോ? പ്രഥമദൃഷ്ട്യാ ആക്ഷേപത്തിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. ഇലക്ഷൻ കുറ്റങ്ങൾക്കെതിരെയും പെരുമാറ്റച്ചട്ടലംഘനത്തിനെതിരെയും LDF കൊല്ലം മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി K വരദരാജൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്രേമചന്ദ്രന്റെ പ്രവൃത്തി ഇന്ത്യൻ ശിക്ഷാ നിയമം 124A 153A(b) വകുപ്പുകൾ പ്രകാരവും ജനാധിപത്യ നിയമം 123 3A 125 വകുപ്പുകൾ പ്രകാരവും കുറ്റകരവും ശിക്ഷാർഹവുമാണെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടി. കൂടാതെ സുപ്രീംകോടതി വിധിയെ ജനമധ്യത്തിൽ വിലകെടുത്തുന്ന പരാമർശം നടത്തിയും ഹാസ്യരൂപേണ അവതരിപ്പിച്ചും കോടതിയുടെ അധികാരത്തിനും അന്തസ്സിനും അവമതിപ്പും ഇടിവും വരുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനം നടത്തിയിട്ടുള്ള പ്രസംഗത്തിന്റെ പൂർണ്ണരൂപത്തിലും സമൂഹത്തിൽ മതവിദ്വേഷം വളർത്താൻ പര്യാപ്തമായ പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പും ഉൾപ്പെടെയാണ് പരാതിയായി നൽകിയത്. അതേസമയം നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെന്നും വിശദീകരണം നൽകുമെന്നും UDF കേന്ദ്രങ്ങൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അയോധ്യയിൽ തർക്കമില്ലാത്ത ഭൂമിയിൽ പൂജ നടത്താൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി തള്ളി. രാജ്യത്തെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ലേ എന്ന് ഹർജിക്കാരോട് സുപ്രീം കോടതി ചോദിച്ചു. ഹർജി തള്ളിയ സുപ്രീം കോടതി ഹർജിക്കാരനായ പണ്ഡിറ്റ് അമർനാഥ് മിശ്രയ്ക്ക് അലഹാബാദ് ഹൈക്കോടതി ചുമത്തിയ 5 ലക്ഷം രൂപ പിഴ ശിക്ഷയും ശരിവച്ചു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ പരാതി. ശബരിമല യുവതി പ്രവേശന വിഷയം തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ വോട്ട് ലക്ഷ്യത്തോടെ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നതായാണ് പരാതി. മണ്ഡലം വരണാധികാരിയായ കാസർഗോഡ് ജില്ലാ കളക്ടർക്ക് LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി TV രാജേഷ് MLA ആണ് പരാതി നൽകിയത്. മതവിശ്വാസം ദുരുപയോഗം ചെയ്യുന്നതായും പരാതിയിലുണ്ട്. ഉണ്ണിത്താന്റെ പ്രസംഗം റെക്കോർഡ് ചെയ്ത വീഡിയോ ക്ലിപ്പിംഗും പരാതിക്കൊപ്പം സമർപ്പിച്ചു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ UDF പൊതുയോഗങ്ങളിൽ നടത്തിയ വോട്ടഭ്യർത്ഥനയിൽ വോട്ടർമാരുടെ മതവികാരം ചൂഷണം ചെയ്യാൻ ശ്രമിച്ചതായി പരാതി. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് വോട്ടഭ്യർത്ഥന നടത്തരുതെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം രാജ്മോഹൻ ഉണ്ണിത്താൻ ലംഘിച്ചതായാണ് പ്രധാന പരാതി. അവിശ്വാസികളുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിനെതിരെ സംസ്ഥാനത്തെ വിശ്വാസികൾ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കണമെന്ന ഉണ്ണിത്താന്റെ അഭ്യർത്ഥനയും തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്. പയ്യന്നൂർ അരവഞ്ചാലിൽ നടന്ന UDF പൊതുയോഗത്തിലെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പിംഗ് ഇത് സംബന്ധിച്ച് പരാതി സമർപ്പിച്ച LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി TV രാജേഷ് MLA ജില്ലാ കളക്ടർ ഡോക്ടർ D സജിത് ബാബുവിന് നൽകിയ പരാതിക്കൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. അയ്യപ്പനെ കാണാൻ ആരെങ്കിലും ഒരാൾ മാലയിട്ടാൽ ആ മാലയിടുന്ന അയ്യപ്പൻ ശബരിമല അയ്യപ്പൻ ഇരിക്കുന്ന ആധ്യാത്മിക തലത്തിലേക്ക് ഉയരണമെങ്കിൽ ശരീരവും മനസ്സും ശുദ്ധീകരിക്കണമെങ്കിൽ കഠിനമായ വ്രതമെടുക്കണം. ആർത്തവോന്മുഖരായ സ്ത്രീകൾക്ക് കഠിനമായ വ്രതമെടുക്കാനാവില്ല. അതുകൊണ്ടാണ് ശബരിമലയിൽ യുവതികളെ കയറ്റാത്തത്. ശബരിമലയിൽ അയ്യപ്പന്റെ നൈതിക ബ്രഹ്മചര്യം തകർക്കാൻ മുഖ്യമന്ത്രി തയ്യാറായതിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ദുഃഖമുണ്ട്, അമർഷമുണ്ട്. ആ അമർഷം അറിയാൻ പോകുന്നേയുള്ളൂ. രാജ്മോഹൻ ഉണ്ണിത്താനെതിരെയുള്ള പരാതി കാസർഗോഡ് ജില്ലാ കലക്ടർ ഡോക്ടർ D സജിത് ബാബു ബന്ധപ്പെട്ട സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് വിട്ടു. കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കലക്ടർ ഡോക്ടർ D സജിത് ബാബു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ശശി തരൂരിന് പിന്നാലെ K മുരളീധരനും പരാതിയുമായി രംഗത്ത്. വടകരയിൽ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ സഹകരിക്കുന്നില്ലെന്നാണ് മുരളീധരന്റെ പരാതി. അതേസമയം പ്രചരണ രംഗത്ത് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നില്ലെന്ന് താഴെത്തട്ടിലെ പ്രവർത്തകരും പരാതിപ്പെടുന്നു. ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങളുമായി PV കുട്ടൻ ചേരുന്നു. PV കുട്ടൻ, അതായത് നേരത്തെ ശശി തരൂർ ഇക്കാര്യത്തിൽ സമാനമായി അത് കോൺഗ്രസ് ചില പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ജില്ലയിൽ തലസ്ഥാനത്ത് വോട്ട് മറിക്കുന്നു എന്നാണ് ശശി തരൂരിന്റെ പരാതി. ഇപ്പോൾ അവിടെയും, അതായത് വടകരയിലും K മുരളീധരനും പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതിർപ്പൻ വട്ടിയൂർക്കാവ് MLA ആയ K മുരളീധരനെ കൊട്ടിഘോഷിച്ചാണ് കോൺഗ്രസ് നേതൃത്വം വടകരയിലെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചത്. എന്നാൽ ആദ്യഘട്ടത്തിലെ ആവേശമൊന്നും ഇപ്പോഴില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ.
പ്രാദേശിക നേതാക്കൾ വലിയ രീതിയിൽ സഹകരിക്കുന്നില്ലെന്ന പരാതിയും കെ മുരളീധരൻ തന്നെ ഉന്നയിച്ചതായാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന നേതാക്കളെ മുരളീധരൻ ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞു. അതേസമയം പ്രചാരണ രംഗത്ത് വേണ്ട വിധത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നില്ലെന്ന പരാതി താഴെത്തട്ടിലുള്ള പ്രവർത്തകരും ഉന്നയിക്കുന്നുണ്ട്. വടകരയിൽ പ്രചാരണ ചുമതലയുള്ള നേതാക്കൾ കൂട്ടത്തോടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലേക്ക് കേന്ദ്രീകരിക്കുന്നതും UDF-നെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. പ്രചാരണ രംഗത്തെ ഈ പിന്നോക്കാവസ്ഥയിൽ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേരിട്ട് അതൃപ്തി അറിയിച്ചു എന്നാണ് വിവരം. LDF സ്ഥാനാർത്ഥി P. ജയരാജന്റെ നാടിളക്കിയുള്ള പ്രചാരണത്തിന് മുമ്പിൽ UDF നേതൃത്വം പതറുകയാണ് എന്നും പ്രവർത്തകർക്കിടയിൽ സംസാരമുണ്ട്. നിർഭൻ വ്യക്തമാണ്, വിവരങ്ങൾ വ്യക്തമാണ്. PV കുട്ടൻ, വടകരയിലും കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച വിശദമായ വിവരങ്ങളാണ് PV കുട്ടൻ നൽകിയത്. ഇനിയൊരു ഇടവേള. റെക്കോർഡ് ലാഭം ആവർത്തിച്ച് സംസ്ഥാനത്തെ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ 2018-19 സാമ്പത്തിക വർഷത്തെ കണക്ക് പ്രകാരം 258.29 കോടിയാണ് ലാഭം. 17 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് മികവുറ്റ നേട്ടം സ്വന്തമാക്കിയത്. പ്രളയമടക്കമുള്ള പ്രതികൂല സാഹചര്യങ്ങളിലും ഇത്തവണ ലാഭത്തിൽ 10 കോടി രൂപയുടെ വർധനവാണ് ഉണ്ടായത്. മാർച്ച് 31 അവസാനിച്ച് 2018-19 സാമ്പത്തിക വർഷത്തെ കണക്ക് പ്രകാരമാണ് സംസ്ഥാനത്തെ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ സുവർണ നേട്ടം സ്വന്തമാക്കിയത്. 17 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭം കൈവരിച്ചപ്പോൾ ആകെ ലാഭം 258.29 കോടി രൂപയായി ഉയർന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 14 സ്ഥാപനങ്ങളായിരുന്നു ലാഭത്തിലായത്. KMML, TCC, ടൈറ്റാനിയം, കെൽട്രോൺ, KSDP, ടെൽക് തുടങ്ങിയ സ്ഥാപനങ്ങൾ മികച്ച പ്രകടനം ഇത്തവണയും ആവർത്തിച്ചു. മീറ്റർ കമ്പനി, കേരള സെറാമിക്സ്, മെറ്റൽ ഇൻഡസ്ട്രീസ് എന്നിവയാണ് ലാഭപട്ടികയിൽ കടന്ന പുതുമുഖ സ്ഥാപനങ്ങൾ. UDF സർക്കാരിന്റെ അവസാന വർഷം പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ 132 കോടി രൂപ നഷ്ടത്തിലായിരുന്നു. എന്നാൽ ഈ സർക്കാർ വന്ന ആദ്യ വർഷം തന്നെ നഷ്ടം 71 കോടിയായി കുറച്ചു. തുടർന്ന് 2017-18 സാമ്പത്തിക വർഷത്തിൽ 248 കോടി രൂപയുടെ റെക്കോർഡ് ലാഭത്തിലെത്തിച്ചു. പ്രളയമടക്കമുള്ള പ്രതികൂല സാഹചര്യങ്ങളിലും ഇത്തവണ ലാഭത്തിൽ 10 കോടി രൂപയുടെ വർധനവാണുണ്ടായത്. ലാഭത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ പോലും കേന്ദ്ര സർക്കാർ വിറ്റുതുലയ്ക്കുമ്പോഴാണ് കേരളത്തിന്റെ നേട്ടം എന്നതും ശ്രദ്ധേയം. കേന്ദ്രം വിൽക്കാൻ തീരുമാനിച്ച പാലക്കാട് ഇൻഡസ്ട്രീസ് ഏറ്റെടുക്കാനും ഒപ്പം കാസർഗോഡുള്ള BHEL-ന്റെ 51% ഓഹരി വാങ്ങാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതും പൊതുമേഖലയെ സംരക്ഷിക്കുമെന്ന നിലപാടിന്റെ ഭാഗം തന്നെയായി. പൊതുമേഖലാ സ്ഥാപനങ്ങളെ നവീകരിക്കാനും വികസന പ്രവർത്തനങ്ങൾക്കുമായി വിപുലമായ പദ്ധതികളാണ് വ്യവസായ വകുപ്പ് നടപ്പാക്കുന്നത്. രാജ്യത്തിനാകെ മാതൃകയാകുന്ന ഈ കേരള ബദൽ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വ്യവസായ മന്ത്രി EP ജയരാജനും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.